ഹായ് കുട്ടികളെ. അപ്പോൾ നമുക്ക് ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്, കുറേ കുട്ടികൾ ചോദിച്ചായിരുന്നു, സാറേ +1 എക്സാമിങ് അടുത്തു, നമ്മൾ എങ്ങനെ പഠിക്കും, ഇനി പഠിച്ചാലും നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ ടൈം ടേബിളിൽ ആ പറയുന്ന ഡേയ്സിൽ ഇടയ്ക്ക് നമ്മൾ പഠിച്ച് നമുക്ക് എല്ലാ സബ്ജക്റ്റും 10ാം ക്ലാസ്സിനെ പോലെ തീർക്കാൻ പറ്റുമോ എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ട്. ആദ്യമേ ഞാൻ പറയാണ്, 10ാം ക്ലാസ്സിനെ പോലെ തലേന്നിരുന്ന് പഠിച്ച് എക്സാമിന് മാർക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ 100% 8 നിലയിൽ പൊട്ടിപ്പോകും, തോറ്റുപോകും. ഓക്കെ, 10ാം ക്ലാസ് അല്ല +1 എക്സാമിനേഷൻ, 10ാം ക്ലാസ്സിൻ്റെ വാല്യുവേഷനും അല്ല, SSLC വാല്യുവേഷൻ അല്ല, +1ൻ്റെ വാല്യുവേഷൻ. നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടുകയുള്ളൂ. ഈ വർഷം യു ആർ ഗോയിങ് ടു ഫേസ് ദ മോസ്റ്റ് ടഫസ്റ്റ് എക്സാമിനേഷൻ. +1ൽ ഏറ്റവും ടഫായിരിക്കും, എല്ലാ എക്സാമിനേഷൻസും ടഫായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും 10ാം ക്ലാസ്സിനെ പോലെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. എക്സാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടൈം ടേബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 6ാം തീയതി സ്റ്റാർട്ട് ചെയ്താൽ അതിന് മുമ്പ് തന്നെ എല്ലാ സബ്ജക്ട്സും പോർഷൻസും കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. തീർത്തതിന് ശേഷം ഇൻ ബിറ്റ്വീനുള്ള ഡേയ്സിൽ റിവിഷന് വേണ്ടി കൺസിഡർ ചെയ്യുക. അതിന് മുമ്പേ പോർഷൻസ് തീർക്കാം. സോ ഇനി നിങ്ങളുടെ കയ്യിൽ അകപ്പാട് ഒരു 20 ദിവസമേ ഉള്ളൂ, 25 ദിവസം മാക്സിമം പോയി, ഒരു 23 ദിവസമേ, ഒരു 6ാം തീയതിക്ക് മുമ്പാണ്, ഒരു മാസം പോട്ടെ, ഒരു 25-27 ദിവസം ഉണ്ടെന്ന് വിചാരിക്കാം, നമുക്ക് തീർക്കാൻ പറ്റും. നിങ്ങൾ മനസ്സ് വെച്ചാൽ അത് എങ്ങനെ ഇനി പഠിക്കണം എന്നുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ, ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ പറഞ്ഞുതരും. ഈ രീതിയിൽ പോവുകയാണ് യു വിൽ ഗെറ്റ് 100 ഔട്ട് ഓഫ് 100, വിച്ച് മീൻസ് 80 ഔട്ട് ഓഫ് 80 ഓർ 60 ഔട്ട് ഓഫ് 60 ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം അതിന് മുമ്പ് നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇത് നിങ്ങളെ മെയിൻ എക്സാമിൻ്റെ ടൈം ടേബിൾ, ഇത് മോഡലിൻ്റെ ടൈം ടേബിൾ. ഓക്കെ, ഇതെപ്പോഴും നിങ്ങൾ മനസ്സിൽ വേണം. നിങ്ങൾ ഈ ടൈം ടേബിൾ മെയിൻ എക്സാം അടിപൊളി ടൈം ടേബിളാണ്, എക്സെപ്റ്റ് ഒരേ ഒരു പ്രോബ്ലം. ഇതിൻ്റെ ഇടയിൽ ബിറ്റ്വീൻ ഒരു കമ്പ്യൂട്ടർ സയൻസ് വരും, ഞാൻ എഴുതാത്തയാണ്, ഇവിടെ ഒരു കമ്പ്യൂട്ടർ സയൻസ് വരും, ഞാനത് എഴുതാത്തയാണ്. ഓക്കെ, 10ാം തീയതി എന്തോ കമ്പ്യൂട്ടർ സയൻസ് എക്സാം എഴുതാത്ത. ഓക്കെ, അടിപൊളി ടൈം ടേബിളാണ്. ഒരു പ്രശ്നം പറ്റിയതിന്, ഈ ഫിസിക്സ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇട്ടപ്പം പണി കിട്ടി. ഈ ഫിസിക്സ് ഇവിടെ ഒരു 10ാം തീയതി, 6ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ്, 10ാം തീയതി ഫിസിക്സ്, 15 കെമിസ്ട്രി ആണെങ്കിൽ 20 ബയോളജി, 25 മാത്സ്, 29 ഇംഗ്ലീഷ്. അടിപൊളി ടൈം ടേബിൾ ആകുമായിരുന്നു. ഏതോ പൊട്ടൻ കൊണ്ട് ഫിസിക്സിനെ അതിൻ്റെ ഇടയിൽ കൊണ്ടിട്ട്, അങ്ങനെ പറയാൻ പറ്റും. ഏറ്റവും ടഫ് പേപ്പറാണ് ഫിസിക്സ്. അതിനിപ്പം ബയോളജി കഴിഞ്ഞ് ഒരു ദിവസം. ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, എനിക്ക് 15 കഴിഞ്ഞ് 20ാം തീയതി ബയോളജി, അപ്പോൾ 4 ദിവസം ബയോളജിക്കുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഫിസിക്സും കൂടെ പഠിക്കേണ്ടി വരും. പക്ഷെ ബയോളജിയും പഠിക്കാൻ കിടക്കുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ ഫിസിക്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ടാസ്ക്കാണ്. അപ്പം നിങ്ങൾ 6ാം തീയതി മുതൽ 15ാം തീയതി വരെ കെമിസ്ട്രിക്ക്, അത്രയും സമയം കെമിസ്ട്രിക്ക് ആവശ്യമില്ല, കെമിസ്ട്രി നമുക്ക് അതിന് മുമ്പ് തീർക്കാൻ പറ്റും. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ ഫിസിക്സ് പഠിക്കണം. പക്ഷേ ഇങ്ങെത്തുമ്പോൾ ഫിസിക്സ് മറന്നും പോകും. അപ്പം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫിസിക്സിന് കൊടുക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി ഫിസിക്സിന് കൊടുത്ത്, കാരണം ഒരു ദിവസം ഇൻ ബിറ്റ്വീൻ ഉള്ളൂ പഠിക്കാൻ. ഫിസിക്സ് നേരത്തെ തീർത്ത് വെക്കണം. എല്ലാ ചാപ്റ്ററും അടിപൊളിയായിട്ട് പഠിച്ച് തീർത്ത് വെക്കണം. ഫിസിക്സിൻ്റെ സ്റ്റഡി ടൈം ടേബിൾ നമ്മളെ ചാനലിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അപ്ലോഡ് ആകും. അത് നോക്കി പഠിക്കാം. ഫിസിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഫ്രം ടുമോറോ, നാളെ മുതൽ 5ാം തീയതി മുതൽ ലൈവ് ക്ലാസ്സസ്, ഫിസിക്സിൻ്റെ ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം ഫിസിക്സിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും എടുക്കുന്നത്. ഈവനിങ് 9:15 ഫിസിക്സിൻ്റെ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം മാത്സിൻ്റെ ലൈവ് ക്ലാസ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ത്രോട്ടിൽ ചെറിയൊരു ഇൻഫെക്ഷൻ വന്നു. അങ്ങനെയാണ് ഞാൻ 2-3 ദിവസം കൊണ്ട് ലൈവ് ക്ലാസ് എടുക്കാത്തത്. പിന്നെ അടുത്ത 1 വീക്ക് ഞാൻ കാണത്തില്ല, ഞാനൊരു യാത്രയിലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് മാത്സിൻ്റെ ലൈവ് ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. എനിക്ക് സൗണ്ട് പോയി, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2-3 ദിവസം കൊണ്ട് വീഡിയോസ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ മാത്സിൻ്റെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. നാളെ മുതൽ ഫിസിക്സിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഫിസിക്സിന് വേണം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ. ഏറ്റവും ടഫ് എക്സാം ആയിരിക്കും. ആദ്യം ഫിസിക്സ് പ്രോബ്ലം എടുത്തിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളെല്ലാം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും എല്ലാം എടുത്തു തരും കേട്ടോ. ഫിസിക്സിന് എങ്ങനെ എക്സാം വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞു തരും, സാറ് എടുത്തു തരും. ഓക്കെ, അതേ സെക്കൻഡ് പ്രയോറിറ്റി മാത്സിന് കൊടുക്കണം. കാരണം ഇവിടെ 2 ദിവസമേ ഉള്ളൂ. സോ മാത്സ് നിങ്ങൾ നേരത്തെ എന്ത് ചെയ്യണം, പഠിച്ച് തീർക്കണം. അതിന് ഞാൻ എന്തെങ്കിലും ലൈവ് ക്ലാസ്സുകൾ വെച്ച് തരും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മാത്സിൻ്റെ സ്റ്റഡി ടൈം ടേബിൾ തരും, എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടൈം ടേബിൾ എങ്ങനെ പ്രിപ്പയർ ആണെന്ന് പറഞ്ഞു തരും. ഇന്ന് തന്നെ നിങ്ങൾ പേപ്പർ എടുത്ത് വെച്ച് സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ആൻഡ് ഞാൻ നിങ്ങൾക്ക് റിലാക്സ് ആയിരിക്കും ഒരു കാര്യം പറഞ്ഞു, കെമിസ്ട്രി നമുക്ക് ഈ ഗ്യാപ്പിൽ പഠിച്ച് തീർക്കാം. അതിന് മുമ്പ് ഒരു 2 ചാപ്റ്റർ വല്ലതും ഫിനിഷ് ചെയ്ത് വയ്ക്കുക. ഓർഗാനിക് കെമിസ്ട്രി 2 ചാപ്റ്റർ, അതിൻ്റെ നെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒന്ന് നേരത്തെ തീർത്ത് വയ്ക്കാൻ, ഞാൻ അത് പഠിപ്പിക്കാം കേട്ടോ. നിങ്ങൾ അങ്ങനെ 2-3 ചാപ്റ്റർ നേരത്തെ തീർത്ത് വെച്ചാൽ ഈ ഗ്യാപ്പിൽ നമുക്ക് കെമിസ്ട്രി കംപ്ലീറ്റ് ആക്കി ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത്രയും ദിവസവും കെമിസ്ട്രിയുടെ പോർഷൻസ് ഞാൻ ലൈവിൽ എല്ലാം വെടിപ്പായിട്ട് പഠിപ്പിച്ച് ടെസ്റ്റ് പേപ്പേഴ്സൊക്കെ നടത്തി നിങ്ങളെ പഠിപ്പിച്ചെടുക്കും. ഐ വിൽ ബി ദെയർ. ഓക്കെ, അപ്പോൾ കെമിസ്ട്രി നമുക്ക് ഫുൾ മാർക്ക് അടിക്കാം, ചെക്ക് മീറ്റ് അടിക്കാം കെമിസ്ട്രിയിൽ. പക്ഷേ ഫിസിക്സിൽ
പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെക്ക്മേറ്റ് ആകും ഫിസിക്സിൽ. ഓക്കെ, അപ്പോൾ ഫിസിക്സ് നേരത്തെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ മാത്സിനും അവിടെ സമയം കിട്ടാൻ സാധ്യതയില്ല, മാത്സും നേരത്തെ പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ മെയിൻ എക്സാമിൻ്റെ ടൈം ടേബിൾ. മോഡൽ എക്സാം എപ്പോഴും അഫ്കോഴ്സ് മോഡൽ നിങ്ങൾ എക്സാം ചുമ്മാ എല്ലാ പോർഷനൊന്നും വായിച്ചിട്ട് പോയി എഴുതരുത്. ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഫസ്റ്റ് ദിവസം 2 സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷും ഉണ്ട്, ഏതെങ്കിലും 1-2 ചാപ്റ്റർ പഠിച്ച് എഴുതുക. അടുത്ത കെമിസ്ട്രിയും ബയോളജി ഉണ്ട്, ഒരു ചാപ്റ്റർ കെമിസ്ട്രിയിലും ഒരു ചാപ്റ്റർ ബയോളജിയിലും പഠിച്ചിട്ട് പോവുക, അതിൻ്റെ ആവശ്യമുള്ളൂ. ആ ചാപ്റ്ററിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. മോഡൽ എഴുതണമെന്ന് നിർബന്ധം പോലും ഇല്ല, വേണമെങ്കിൽ നിർബന്ധമില്ല, വേണമെങ്കിൽ എഴുതിയാൽ മതി. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മോഡലിൽ കളക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അതേപോലെ ഫിസിക്സും മാത്സും കമ്പൽസറി ആയിട്ട് മോഡലിൽ പോയി എഴുതുക. നിങ്ങൾക്ക് പിന്നെ സമയമില്ല, അതുകൊണ്ടൊന്ന് എഴുതി നോക്കാൻ വേണ്ടിയാണ്. അത് നന്നായിട്ട് ഫിസിക്സ് ഒരു 4 ചാപ്റ്റർ പഠിച്ചിട്ട് പോയി എഴുതുക, മാത്സ് ഒരു 4-5 ചാപ്റ്റർ പഠിച്ചിട്ട് പോയി നല്ല വെടിപ്പായിട്ട് ഈ 2 മോഡൽ എക്സാം എഴുതുക. ഇത്രയും മോഡൽ എക്സാം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ സമയങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഫിസിക്സും മാത്സും നല്ല വെടിപ്പായിട്ട് മോഡൽ എക്സാം എഴുതുക. അടിപൊളിയായിട്ട് പോയി എന്ത് ചെയ്യുക, മോഡൽ എക്സാം എഴുതിയിട്ട് വരിക. നന്നായിട്ട് ഒരു 4-5 ചാപ്റ്റർ തീർത്ത് പഠിച്ചിട്ട് പോയി കിടിലുമായിട്ട് ഫിസിക്സും മാത്സും, പറ്റുമെങ്കിൽ 6-7 ചാപ്റ്റർ പഠിച്ചോ, ഫിസിക്സും മാത്സും കിടിലുമായിട്ട് പോയി മോഡൽ എക്സാം എഴുതണം. ബാക്കി മോഡൽ എക്സാം ഞാൻ ഒന്നും പറയുന്നില്ല, അതിനൊക്കെ നമുക്ക് പിന്നെ സമയം കിടക്കുന്നു. ഈ 2 മോഡൽ എക്സാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയി എഴുതണം. ഫുൾ പോർഷൻ പഠിച്ച് പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്ത് എല്ലാ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ 2 മോഡൽ എക്സാം പോയി എഴുതണം കേട്ടോ. അപ്പം ഞാൻ സ്റ്റഡി ടൈം ടേബിൾ പറഞ്ഞുതരാം. ഓക്കെ, എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. മാത്സിൻ്റെ സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ +1 മാർക്ക് വാങ്ങിക്കാൻ പറ്റൂ. ഫസ്റ്റ് നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടത് നിങ്ങളുടെ മൊബൈലിൽ യൂസ് ചെയ്യുന്ന സ്ക്രീൻ ടൈം കുറയ്ക്കുക. നിങ്ങളിപ്പോൾ ഒരു ദിവസം 5 മണിക്കൂർ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അരമണിക്കൂറാക്കി മാറ്റുക. അരമണിക്കൂർ യൂസ് ചെയ്തോ, കുഴപ്പമില്ല. കുറേ പിള്ളേർക്ക് മൊബൈലിൽ കിട്ടിയില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ടതുപോലെയാണ്. അരമണിക്കൂർ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കുത്തിക്കോ. ഓക്കെ, മാക്സിമം അരമണിക്കൂർ, അതിന് 5 മിനിറ്റ് ആക്കാൻ പറ്റി അത്രയും നല്ലത്. പിന്നെ ഉറക്കം, ഇനി ഒരു 5 to 6 hours മാത്രം ഉറങ്ങിയാൽ മതി തൽക്കാലത്തേക്ക്. മാക്സിമം 5 അല്ലെങ്കിൽ 6 മണിക്കൂർ ഉറങ്ങിയാൽ മതി, ബാക്കി പഠിക്കും. ഒരു മാസമല്ലേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. മോർണിംഗ് 4 മണിക്ക് എഴുതിക്കാൻ ശ്രമിക്കണം. രാത്രി 11 മണി കിടന്ന് ഉറങ്ങുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഉറക്കം ഷിഫ്റ്റ് ചെയ്ത് നോക്കിയോ. 12 മണി വരെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു 5 മണിക്ക് എഴുതിക്കുക. രാവിലെ 1 മണി വരെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 6 മണിക്ക് എഴുതിക്കുക. ഒരു 5 to 6 hours ഉറക്കം സെറ്റ് ചെയ്ത് മോർണിംഗ് 4:40 ഞാനൊരു 5 മണി മുതൽ ആക്കുകയാണ്. മോർണിംഗ് 4 മണിക്ക് എഴുതിക്കാൻ പറ്റുന്ന കുട്ടികൾ 4 മണിക്ക് എഴുതിക്കുക. 5 മണിക്ക് നിങ്ങൾ പഠിക്കാൻ ഇരിക്കണം എന്ന് പറഞ്ഞാൽ 4:45 നിങ്ങൾ ഉറക്കം എണീച്ച് ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ കഴുകി പല്ല് തേക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ പല്ലൊക്കെ തേച്ച് ഒന്ന് വൃത്തിയായിട്ട് വന്ന്, കാരണം പല്ല് തേച്ചിട്ട് വന്നിരുന്ന് പഠിക്കാതിരിക്കണം. അപ്പോൾ ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒന്ന് മുഖം കഴുകി പല്ല് തേച്ചിട്ട് എന്ത് ചെയ്യുക, വാഷ് ചെയ്തിട്ട് മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക. ഞാൻ ഈ ബ്രഷ് ചെയ്യാനും കൂടെ പഠിപ്പിച്ചിരുന്നില്ല. ഓക്കെ, രാവിലെ ഒരു 5 മണിയാകുമ്പോൾ ഒന്ന് പഠിക്കാൻ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ മാത്സിൻ്റെ സ്റ്റഡി ടൈമിൽ പറഞ്ഞുതരാം. ഓക്കെ, മാത്സ് ഞാൻ ഫസ്റ്റ് നിങ്ങൾ തുടങ്ങേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ എപ്പോഴും ഒരു ചാപ്റ്റർ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫ്രം ആൻ ഈസി ചാപ്റ്റർ. മാത്സിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം തോന്നുന്ന ഏറ്റവും ഈസി ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ അഫ്കോഴ്സ് സെറ്റ്സ് തന്നെയായിരിക്കും. സെറ്റ്സ് പഠിക്കുക. സെറ്റ്സിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാത്സ് പഠിക്കേണ്ട വേ പല സാറുമാരും പറയും ഒന്നും നോക്കരുത്, ടെക്സ്റ്റ് ബുക്ക് ദിസ് ഇസ് ദ വേ. മാത്സിൻ്റെ ടെക്സ്റ്റ് വേണം. ടെക്സ്റ്റ് ഇല്ലാത്തവർ ടെക്സ്റ്റ് വാങ്ങിച്ചേ പറ്റൂ. പോയി വാങ്ങിക്കും, കടയിൽ പോയി ഇന്ന് തന്നെ മാത്സിന് ടെക്സ്റ്റ് വാങ്ങിക്കണം. ടെക്സ്റ്റ് വാങ്ങിച്ച് ടെക്സ്റ്റ് തുറന്ന് വെച്ച് ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യണം. എന്നിട്ട് എക്സസൈസ് ഓപ്പൺ ചെയ്ത് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ നേരത്തെ തുറക്കുക. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ട്യൂഷൻ ക്ലാസ്സിലോ സ്കൂളിലോ പോയി പഠിച്ച് കാണും, നിങ്ങളിതിൻ്റെ ആൻസർ കാണും, നോക്കുക. അല്ലാതെ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് മാത്രം വെച്ച് ക്വസ്റ്റ്യൻ ആൻസർ അതിലുള്ളതുപോലെ ചെയ്ത് പഠിക്കരുത്. ദയവേത് പഠിക്കരുത്. എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് വർക്ക് ചെയ്യത്തില്ല. ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുക, അതിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആദ്യം വർക്കൗട്ട് ചെയ്യുക. അത് ടോപ്പിക് അറിഞ്ഞിടാമെങ്കിൽ നിങ്ങൾ ആ നോട്ട് നോക്കി ടോപ്പിക്ക് പഠിച്ചിട്ട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആദ്യം വർക്ക് ചെയ്യുക. ആ സെയിം മോഡലുള്ള എക്സസൈസിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുക. ഇങ്ങനെ വേണം മാത്സ് പഠിക്കാൻ. അല്ലാതെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യനും ആൻസറുള്ള നോട്ട്ബുക്ക് തുറന്നു നോക്കിയിട്ട് ആൻസർ ചെയ്യരുത്. കാരണം ക്വസ്റ്റ്യൻ വായിക്കുന്നതിനേക്കാളും സ്പീഡിൽ ആൻസർ നിങ്ങളുടെ കണ്ണിൽ പതിയും. പിന്നെ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല എൻ്റെ കുട്ടികളെ. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഒരിക്കൽ നോട്ടൊന്ന് പഠിച്ചിട്ട് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് പറന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ സെറ്റ്സ് ആദ്യം പഠിക്കുക. 5 to ഈ 5 മണിക്ക് എഴുന്നേറ്റിരിക്കുമ്പം 5 to 5:45 വരെ സെറ്റ്സ് പഠിക്കുക. തീരത്തില്ല. പിന്നെ 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുത്ത് 6 മണിക്ക് വാ.
6 to 6:45 വരെ വീണ്ടും സെറ്റ്സ് പഠി. തീരില്ല. ചില കുട്ടികൾക്ക് തീരും, കാരണം ഇതൊക്കെ അടിപൊളിയായിട്ട് അറിയാവുന്ന കുട്ടികളുണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരു അരമണിക്കൂറിൽ സെറ്റ്സ് തീരും. എനിക്ക് വിഷയമില്ല, ഞാൻ തീരാത്ത കുട്ടികളുടെ കേസും കൂടെ ചേർത്ത് പറയണം. 6 to 6:45 വരുമ്പോൾ ആദ്യത്തെ സെറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന കീഴിൽ കഴിയും. ഇത് ഫസ്റ്റ് ഫ്രം ബിഗിനേഴ്സിൻ്റെ കേസ് പറയാനാണ്. ഇനി വീണ്ടും ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 7 to 7:45 വരെ വീണ്ടും സെറ്റ്സ് പഠിക്കുക. മതി, സെറ്റ്സ് അവിടെ തീരും. ഒന്നും അറിയാത്ത കുട്ടിക്കും സെറ്റ്സ് അവിടെ തീരും. ഓക്കെ, എപ്പോഴും ഒരു 15 മിനിറ്റ് ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ബ്രേക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്, ഞാൻ മറന്നു. 15 മിനിറ്റ് ബോഡിക്ക് റിലാക്സേഷൻ, ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുക്കാൻ വേണ്ടി മൊബൈലിൽ കുത്തരുത്. ബ്രേക്ക് എടുക്കുക, കംപ്ലീറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയോ മുഖം കഴുകുകയോ എന്തെങ്കിലും ഒരു പാട്ടൊക്കെ കേൾക്കാം, കുഴപ്പമില്ല. പക്ഷെ മൊബൈലിൽ ഇരുന്ന് കുത്തി ഇൻസ്റ്റാ വാട്സപ്പിലോട്ട് ഓടരുത് കേട്ടോ. ദെൻ എന്ത് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് 8:30 തിരിച്ചു വരിക. ഫുഡ് പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഫുഡ് അടി മസ്റ്റ് ആയിരിക്കണം. നന്നായിട്ട് ഫുഡ് അടിക്കുക. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിച്ചാലും കുഴപ്പമില്ല, നന്നായിട്ട് ഫുഡ് കഴിക്കുക. 8:30 വരിക. 8:30 മുതൽ ഒരു 9:30 വരെ വേണമെങ്കിൽ പഠിച്ചു. നേരത്തെ 3/4 മണിക്കൂർ ഞാൻ 1 മണിക്കൂർ വെച്ച് പഠിച്ചു. 8:30 മുതൽ 9 വരെ ആദ്യം ഒരു ഈസി ചാപ്റ്റർ കൊടുക്കാൻ പറഞ്ഞത് ടു ബിൽഡ് യുവർ കോൺഫിഡൻസ്. നമ്മളെ കോൺഫിഡൻസ് ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, ഇനി 9:30 വരെ 8:30 മുതൽ 9 വരെ നേരെ പോയി കുറച്ചൊരു ടഫ് ചാപ്റ്ററിലോട്ട് പിടിക്കുക. ഈ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് മാറ്റാം, ഓർഡേഴ്സ് മാറ്റാം, ഏത് വേണം ഇടാം. ഞാൻ അവിടെ എടുത്തിടാൻ പോകുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എടുത്തിടാൻ വേണം. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ലൈവ് ക്ലാസ് കണ്ടപ്പോൾ മേ ബി ഈസി ആയി കാണും. ഒരു ബ്രേക്ക് എടുക്കുക. 9:45 തിരിച്ചു വരിക. 10:30 വരെ 3/4 മണിക്കൂർ പഠിച്ചാൽ മതി. എഗെയിൻ പെർമ്യൂട്ടേഷൻ നോക്കുക. ഓരോ ചാപ്റ്ററിന് 3 സെക്ഷൻ വെച്ച് കൊടുക്കുക കേട്ടോ. 10:30 ഇനി വീണ്ടും 10:45 വരിക. നിങ്ങൾ 10:30 വരെ നിങ്ങൾ പഠിച്ചു, ബ്രേക്ക് എടുക്കുക. ഒരു 10:45 മുതൽ 11:30 വരെ വീണ്ടും പെർമ്യൂട്ടേഷൻ പഠിക്കാം. അവിടെ തീരും പെർമ്യൂട്ടേഷൻ. 3 സെക്ഷൻ വരുമ്പോൾ പെർമ്യൂട്ടേഷൻ എന്ന ചാപ്റ്റർ തീരും. ഓക്കെ, 15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. വീണ്ടും 11:45 മുതൽ 12:30 വരെ പഠിക്കുക. പെർമ്യൂട്ടേഷൻ കുറച്ച് സെറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടഫ് ചാപ്റ്ററാണ്, പക്ഷേ ഈസി ചാപ്റ്ററാണ്. 12:45 വരെ ട്രിഗണോമെട്രി ഫോർമുലാസ് എടുത്ത് വെച്ച് പഠിക്കുക. ട്രിഗണോമെട്രി ഫോർമുല പഠിച്ചാൽ മാത്രമേ ചാപ്റ്റർ പഠിക്കാൻ പറ്റൂ. ട്രിഗണോമെട്രി ഫോർമുല ഇരുന്ന് പഠിക്കുക. ഓക്കെ, ദെൻ ടേക്ക് ബ്രേക്ക്. അരമണിക്കൂർ ബ്രേക്ക് എടുക്കുക. 1 മണിയാവും. 1 മണിക്ക് ചോറൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് വന്നാൽ ഒരു 2:30 പഠിക്കാതിരുന്നാൽ മതി. കുറച്ച് ബ്രേക്ക് എടുത്തു. 2:30 മുതൽ 3:30 വരെ പഠിച്ചോ. ട്രിഗണോമെട്രി ഫോർമുലാസ് നേരത്തെ പഠിക്കാൻ പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ. 2:30 മുതൽ 3:30 വരെ യു ഹാവ് ടു സ്റ്റാർട്ട് ഏത് ചാപ്റ്റർ? നമ്മൾ കുറച്ച് അടുത്ത ലെവലിലോട്ട് പോവുകയാണ്. കോണിക് സെക്ഷൻ പഠിക്കാം. വേണ്ട, കോംപ്ലക്സ് നമ്പർ തീർക്ക്. കോംപ്ലക്സ് നമ്പർ കോണിക് സെക്കൻഡ് ദിവസം മതി. അടുത്ത് 3:45 മുതൽ 4:30 വരെ വീണ്ടും കോംപ്ലക്സ് നമ്പർ. നിങ്ങൾ ട്യൂഷനൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ട്യൂഷൻ ടൈമിനെയൊക്കെ മാറ്റി ആ സമയത്ത് ട്യൂഷൻ ക്ലാസ്സിൽ പോവുക, തിരിച്ചു വരിക, പഠിക്കുക. കാരണം സ്കൂളിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇനി എക്സാം ഒക്കെ ആയതുകൊണ്ട് കുറച്ച് കുട്ടികൾ പോകുന്നില്ല ആയിരിക്കാം. അറ്റൻഡൻസ് ക്ലാസ് മേ ബി ചെയ്ത് കാണാം. നിങ്ങൾ എന്തായിരിക്കും വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികളായിരിക്കും. അതിനുള്ള ടൈം ടേബിളാണ്. സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക. രാവിലെ കുറച്ച് നേരത്തെ പഠിക്കുക, സ്കൂളിൽ പോയിട്ട് വന്നിട്ടിരുന്ന് ബാക്കി ആ ടൈമിലോട്ട് പഠിക്കുക. ഓക്കെ, കോംപ്ലക്സ് നമ്പർ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഒരു 4:45 മുതൽ 5:30 വരെ. ഈ 2 കോംപ്ലക്സ് നമ്പർ തീരത്തില്ല കേട്ടോ. ഇത് തീരുന്നില്ല എങ്കിൽ ഒരെണ്ണം കൂടെ കൊടുക്കുക. ഞാൻ എപ്പോഴും ഒരു ചാപ്റ്ററിന് 3 സെക്ഷൻ മിനിമം കൊടുക്കാം. നമുക്ക് കോംപ്ലക്സ് നമ്പർ പഠിക്കാം. 5:30 വരെ പഠിക്കുക കോംപ്ലക്സ് നമ്പർ. ക്ലിയർ? ഇനി ഒരു 5:45 വരിക. ഇത് ഒരു ദിവസത്തെ സ്റ്റഡി ടൈം ടേബിൾ പറഞ്ഞു തരികയാണ്. ഈ ദിവസം നിങ്ങൾ സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർത്തു, പെർമ്യൂട്ടേഷൻ തീർത്തു, ട്രിഗണോമെട്രി ഫോർമുലാസ് പഠിച്ചു, ദെൻ നിങ്ങൾ കോംപ്ലക്സ് നമ്പർ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഒരു ദിവസം പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സിന് ലിമിറ്റേഷനാണ്. 5:45 മുതൽ 6:45 വരെ 1 മണിക്കൂർ എടുത്തേ. എപ്പോഴും 15 മിനിറ്റ് ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ ചായയൊക്കെ പോയി കുടിക്കുക. 5:45 മുതൽ 6:45 വരെ നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം. ആദ്യം ഒരു ഈസി ചാപ്റ്റർ കൊടുക്കുക, പിന്നെ ടഫ് ചാപ്റ്റേഴ്സ് കയറ്റിക്കൊണ്ടിരിക്കുക, കുഴപ്പമില്ല. കോണിക് സെക്ഷൻസിലെ സർക്ലസ് എന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ചെറിയ ചാപ്റ്റർ ഒരു ചാപ്റ്ററും കൂടെ അന്നെടുത്ത് തീർക്കാം. നിങ്ങൾക്ക് ബൈനോമിൽ അങ്ങ് എടുത്തേക്കുക. ബൈനോമിൽ തീരം അങ്ങ് പഠിച്ച് തീക്കുക കേട്ടോ. ബൈനോമിൽ ചെറിയ ചാപ്റ്ററാണ്. അടുത്ത് 7 to 8 മണി വരെ ഇരുന്ന് ബൈനോമിൽ അങ്ങ് ഫിനിഷ് ചെയ്യും. ബൈനോമിൽ 2 സെക്ഷൻ മതിയാകും. കുഞ്ഞു ചാപ്റ്ററാണ് ബൈനോമിൽ തീരം. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ബൈനോമിൽ തീരം അങ്ങ് ഫിനിഷ് ചെയ്യുക. ഒരു ദിവസത്തെ ടൈം ടേബിൾ തീർന്നിട്ടില്ല.
ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതിയെടുക്കാൻ നിൽക്കണ്ട. സ്ക്രീൻ ഞാൻ മാറി തന്നിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുക്കാം. എഴുതണ്ട, സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. സ്ക്രീൻഷോട്ട് എടുക്കാം. എടുത്തല്ലോ. അപ്പോൾ 8 മണി വരെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാം കേട്ടോ. 8 to 8:30 ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് 9 മണിക്ക് വാ. ഒന്ന് നിങ്ങൾ റിലാക്സ് ആ. 9 to 9:40 PM. ബൈനോമിൽ അവിടെ തീർത്തിട്ടുണ്ടേ. ട്രിഗണോമെട്രി പതുക്കെ കഴിച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് എക്സസൈസ് പഠിക്കാം. അത് കഴിഞ്ഞ് 10 to 11 മണി വരെ. ഓക്കെ. PYQ ക്വസ്റ്റ്യൻസ് ഫ്രം ഈ ദിവസം പഠിച്ച ചാപ്റ്റേഴ്സിൽ നിന്ന്. ആ ദിവസം പഠിച്ച ചാപ്റ്റേഴ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു 11-11:30 വരെ. അത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഇരിക്കാം. നിങ്ങൾ പഠിക്കുന്നു, വർക്കൗട്ട് ചെയ്ത് നോക്കുന്നില്ലേ. PYQ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആ ചാപ്റ്റർ ക്ലിക്കായോ അല്ലേന്ന് മനസ്സിലാവും. ക്ലിയർ ആണോ? ഇതാണ് ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഒരു ദിവസം 12 ഡിഫറെൻറ്റ് ടൈംസിൽ നിങ്ങൾ പഠിച്ചു. ഇതിലെ ബ്രേക്ക് ഇനി ചെയ്യേണ്ടത് പോകെ വരാൻ ഇപ്പോൾ 15 മിനിറ്റ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രേക്കിന് നമുക്ക് 10 മിനിറ്റ് ബ്രേക്ക് ആക്കി കുറയ്ക്കാം. അത് ഒരു ദിവസം കഴിഞ്ഞ് കുറച്ചാൽ മതി. ഇങ്ങനെയാണ് നിങ്ങൾ സ്റ്റഡി ടൈം ടേബിൾ പോർഷൻസ് എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് എഴുതി വെച്ച് എന്ത് ചെയ്യുക, സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം. എൻ്റെ അവസാനം PYQ ക്വസ്റ്റ്യനും കൂടെ വർക്കൗട്ട് ചെയ്തിട്ട് കിടന്നുറങ്ങാവും. ഓക്കെ. എന്നിട്ട് സെക്കൻഡ് ഡേ, നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേൽക്കുക. നെക്സ്റ്റ് ഡേ ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 6th മുതൽ തുടങ്ങിക്കോ. 6-ാം തീയതി മുതൽ തുടങ്ങുക. നെക്സ്റ്റ് ഡേ നിങ്ങൾ മോർണിംഗ് എഴുന്നേറ്റ് എന്ത് ചെയ്യുക, എഗെയിൻ നിങ്ങൾ 5 മണി മുതൽ 5:45 വരെ അടുത്തൊരു ചാപ്റ്റർ പഠിക്കുക. കോണിക് സെക്ഷനിലെ സർക്കിൾസ് പഠിക്കാം. കോണിക് സെക്ഷനിലെ സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാം. എന്നിട്ട് 6 മണി മുതൽ 6:45 വരെ വീണ്ടും സർക്കിൾസ് കണ്ടിന്യൂ ചെയ്യുക. ചിലപ്പോൾ തീരത്തില്ല. ദെൻ 7 മണി മുതൽ 8 മണി വരെ പരാബോള പഠിക്കാം. ഓക്കെ. ദെൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 8:30 വാ. 8:30 to 9:30 വരെ 1 മണിക്കൂർ എടുത്തോ എലിപ്സ് പഠിക്കാം. എലിപ്സ് തീർത്തിട്ട് പോയാൽ മതി. എലിപ്സ് ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇതൊക്കെ 10-15 മിനിറ്റ് മതിയായിരിക്കും പഠിക്കാൻ വേണ്ടി. പഠിക്കേണ്ട എങ്ങനെ പറഞ്ഞു ടോപ്പിക്ക് പഠിക്കുക, ടെക്സ്റ്റിൽ എക്സാമ്പിൾ, ടെക്സ്റ്റിൽ എക്സസൈസ് ചെയ്യുക. ഓക്കെ. അത് കഴിഞ്ഞ് 9:45 മുതൽ 10:45 വരെ 1 അവർ എടുത്തോ ഹൈപ്പർബോള പഠിക്കുക. ഹൈപ്പർബോള. അപ്പോൾ കോണിക് സെക്ഷൻ തീരും. പിന്നെ 11 മണി മുതൽ 12 മണി വരെ ഞാനിപ്പോൾ 1 മണിക്കൂർ ആക്കി പഠിത്തം. 45 മിനിറ്റ് പഠിച്ചാലും മതി. ഇനഫ്. ഞാൻ ജസ്റ്റ് ഒന്ന് മാത്സ് ആയതുകൊണ്ട് 1 അവർ ഇട്ടെന്നേ ഉള്ളൂ. ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ടൈം എടുക്കും. കെമിസ്ട്രിക്ക് ആണെങ്കിൽ 45 മിനിറ്റ് പഠിച്ചിട്ട് യു ഹാവ് ടു ടേക്ക് ബ്രേക്ക്. ഓക്കെ. 11 to 12 വരെ ഹൈപ്പർബോള കഴിഞ്ഞ് കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കിട്ടും. ട്രിഗണോമെട്രിയുടെ അടുത്ത എക്സസൈസ് നോക്കാം. ട്രിഗണോമെട്രിയിലെ സെക്കൻഡ് എക്സസൈസ് പഠിക്കുക. ട്രിഗണോമെട്രി 3 ഇമ്പോർട്ടൻ്റ്. സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ച ആ ചാപ്റ്റർ. ദെൻ 12:15 മുതൽ 1 മണി വരെ നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രി കുറച്ച് പഠിക്കുമ്പോൾ തലയൊക്കെ ഭ്രാന്ത് പിടിക്കുക. അപ്പോൾ ഒരു ചെറിയ ചാപ്റ്ററിലോട്ട് പോവുക. നമുക്ക് 3 ഡയമെൻഷൻ ജോമെട്രി എന്നൊരു ചാപ്റ്റർ ഉണ്ട്. എന്നാൽ നമ്മൾ സെക്ഷൻ ഫോർമുല ഇപ്പോൾ എടുത്ത ഡിസ്റ്റൻസ് ഫോർമുലയൊക്കെയുള്ള ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്റർ അങ്ങ് പഠിക്കാം. ഓക്കെ. 3 ഡയമെൻഷൻ ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ അങ്ങ് പഠിക്കുക. ആ ചാപ്റ്ററിൽ നിങ്ങൾ ഡിസ്റ്റൻസ് ഫോർമുലയൊക്കെ ഇട്ട് നമ്മൾ ഇതൊക്കെ പഠിക്കും. നിങ്ങൾ അതിൽ കുറച്ചുള്ള പോർഷൻസ് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുലയായിട്ട് നമ്മൾ പിന്നെ അതിലെന്തൊക്കെയാണ് വരുന്നത് മറന്നുപോയിടെ. പോയിന്റ്സ് ഒക്കെ ഏത് കോർഡിനേറ്റ്സിൽ കിടക്കുന്നതൊക്കെ നോക്കും നിങ്ങൾ. ഓക്കെ. ഒക്ടൻസ് നിങ്ങൾ ഒക്ടൻസ് ഒക്കെ പഠിക്കും ആ ചാപ്റ്ററിൽ. 2 എക്സസൈസ് ഉള്ളൂ. ഭയങ്കര ഒറ്റ എക്സസൈസേ ഉള്ളൂ. ഡിസ്റ്റൻസ് ഫോർമുലയുടെ 2 പ്രോബ്ലവും പിന്നെ ഏതൊക്കെ ഒക്ടൻസിലാണ് ഈ പോയിന്റ്സ് കിടക്കുന്നത് എന്നൊക്കെയുള്ള പ്രോബ്ലം. കുഞ്ഞു ചാപ്റ്റർ 3 ഡയമെൻഷൻ ജോമെട്രി എന്ന് പറഞ്ഞു. ഓക്കെ. ആ ചാപ്റ്റർ അങ്ങ് പഠിക്കാം. ഓക്കെ. അപ്പം തന്നെ 1 മണിക്കൂറിൽ അങ്ങ് തീരുമെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് 2:30 2:30 വരെ വേണമെങ്കിൽ 3:30 വരെയും ഈ ചാപ്റ്ററിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. ഈ ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. അത് കഴിഞ്ഞ് തന്നെ എന്ത് ചെയ്യുക, 3:45 മുതൽ 4:45 വരെ ട്രിഗണോമെട്രിയുടെ അടുത്ത എക്സസൈസ്, 3rd എക്സസൈസ് നിങ്ങൾ പഠിക്കാം. അതുകൊണ്ട് ഇപ്രാവശ്യം നിങ്ങൾക്ക് ട്രിഗണോമെട്രിയിൽ ഫസ്റ്റ് ഒരു എക്സസൈസ് അതിൻ്റെ പിന്നെ 2 എക്സസൈസ് 3 എക്സസൈസേ ഉള്ളൂ. 3 എക്സസൈസ് ആകുമ്പോൾ നമുക്ക് ട്രിഗണോമെട്രിയിൽ പ്രൂഫ് ആവും. ഓക്കെ. ദെൻ 4:45 വരെ, ദെൻ 5 to 6 വരെ ട്രിഗണോമെട്രി അഗെയിൻ കണ്ടിന്യൂ ചെയ്യുക. ട്രിഗണോമെട്രി എന്തേ കണ്ടിന്യൂ ചെയ്യുക. ട്രിഗണോമെട്രി അങ്ങ് തീരത്തില്ല. ദെൻ 6:15 മുതൽ 7:15 മുതൽ അഗെയിൻ ട്രിഗണോമെട്രി ഞാൻ കുത്തിയിരിക്കുക. ഓക്കെ. ദെൻ എന്തേ അടുത്ത് വീണ്ടും
ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ നിങ്ങൾ. വീണ്ടും ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ സ്ക്രീൻഷോട്ട്. നെക്സ്റ്റ് എന്നിട്ട് 7:15 കഴിഞ്ഞ് ഒരു 7:30 മുതൽ 8:30 വരെ ട്രിഗണോമെട്രി അവിടെ തീർന്ന് കാണും. ഓക്കെ, ഒരു കുഞ്ഞു ചാപ്റ്ററിലോട്ട് പോകണം. ട്രിഗണോമെട്രി പഠിച്ചൊരു ക്ഷീണം കാരണം ഏതെങ്കിലും ഒരു കുഞ്ഞു ചാപ്റ്റർ പോകാം. കുഞ്ഞു ചാപ്റ്റർ എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റിലേഷൻ ഫംഗ്ഷനിലെ റിലേഷൻസ് പഠിക്കുക. അപ്പോൾ 1 മണിക്കൂറിൽ തീരും. ഫംഗ്ഷൻസ് പിന്നെ പഠിക്കുക. ദെൻ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോവാം. ഒരു 9:15 മുതൽ 10:15 വരെ എഗെയിൻ റിലേഷൻ ഫംഗ്ഷൻ കണ്ടിന്യൂ ചെയ്യുക. തീരത്തില്ല റിലേഷൻ ഫംഗ്ഷൻ. ദെൻ 10:30 മുതൽ ബാക്കി ഒരു 12 മണി വരെ PYQ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് വേണം കിടക്കാൻ. ഇത്രയും നേരം പഠിച്ച PYQ ക്വസ്റ്റ്യൻ പഠിക്കണം. ഈ PYQ നോക്കാൻ പറയുന്നതാണ് മാത്സിലെ റിവിഷൻ എന്ന് പറഞ്ഞാൽ. കാരണം ഈ PYQ നിങ്ങൾ ആ ചാപ്റ്ററിൽ നോക്കുമ്പോൾ കിട്ടത്തില്ല. അപ്പം നിങ്ങൾ വീണ്ടും ആ പോർഷൻസ് വീണ്ടും ഒന്നേ നോക്കും. അതാണ് മാത്സിലെ റിവിഷൻ എന്ന് പറഞ്ഞാൽ. കെമിസ്ട്രിയിലെ റിവിഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പിക്കുകൾ വീണ്ടും റിവൈസ് ചെയ്യുക. മാത്സിൽ റിവൈസ് ചെയ്യുക ബൈ മീൻസ് ഓഫ് PYQ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് ഏത് ചാപ്റ്ററിലെന്ന് മനസ്സിലാവും. ആ ചാപ്റ്റേഴ്സിലെ പ്രിവ്യൂ. അപ്പോൾ ആ ചാപ്റ്ററിൽ ആ ടോപ്പിക്ക് ഒന്നും കൂടെ നിങ്ങൾ റിവൈസ് ചെയ്യും. അതാണ് PYQ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രോപ്പറായിട്ട് റിവിഷൻ കിട്ടും. അപ്പോൾ എല്ലാ ദിവസവും ആ ദിവസം പഠിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ PYQ ക്വസ്റ്റ്യൻസ് രാത്രി പഠിക്കാം. ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഒരു PYQ ഒരു ലേറ്റസ്റ്റ് ഒരു 5 വർഷം 6 വർഷം 7 വർഷം എത്ര വർഷം ചെയ്യാൻ പറ്റും അത്രയും ചെയ്യുക. ഇത് പോർഷൻ തീർത്തിട്ട് വീണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് തേർഡ് ഡേ മോർണിംഗ് 5 to 6 ആദ്യത്തെ ദിവസം പഠിച്ച എല്ലാ പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യുക. റിവിഷൻ കൊടുക്കുക പ്രോപ്പറായിട്ട്. മോർണിംഗ് തന്നെ റിവിഷൻ കൊടുക്കുക. ഓക്കെ, അതിനൊരു 6:15 to 7:15 റിവിഷൻ കൊടുക്കുക. ആദ്യത്തെ 2 ദിവസം പഠിച്ച പോർഷൻസ് ഒന്ന് റിവിഷൻ കൊടുക്കുക. റിവിഷൻ എന്ന് പറഞ്ഞാൽ യു ക്യാൻ കണ്ടിന്യൂ ദിസ് PYQ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 2000 ഇങ്ങനെ എടുത്ത് നോക്കിയാലും മതി. ഒരു 2024-ലെയും 23-ലെയും 22-ലെയും പിന്നെ 19-ലെയും 18-ലെയും. ഞാൻ 2021-ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളടുത്ത് വർക്കൗട്ട് ചെയ്യാൻ പറയില്ല. കാരണം കോവിഡ് ടൈമായിരുന്നു. നിങ്ങളത് വർക്കൗട്ട് ചെയ്യേണ്ട. 18, 17 ഈ 19, 18, 17 കൂടെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി. കോവിഡ് ടൈമിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ കാര്യമില്ല. ഭയങ്കര സിമ്പിളായിരുന്നു. അതൊന്നും ഇനി വരത്തില്ല. ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുക. 18, 17, 16-ലേക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. അതൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ റിവിഷൻസ് ഒരു 2 ദിവസം കഴിഞ്ഞ് എല്ലാ ദിവസവും ഏതെങ്കിലും 1-2 സെക്ഷൻ മുമ്പ് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ഇടുക. മാത്സിലെ റിവിഷൻ ത്രൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വഴി ഇടുക. PYQ ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ അവിടെ പ്രശ്നമുണ്ട്, ഓടിപ്പോവുക ആ ടോപ്പിക്ക്, വീണ്ടും ഒന്നും കൂടെ നോക്കാം. അപ്പോൾ മനസ്സിലായി. ക്ലിയർ? അപ്പോൾ എല്ലാ ചാപ്റ്ററിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അത് എങ്ങനെ ഒരു സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റഡി ടൈം ടേബിൾ ആദ്യം എഴുതി വയ്ക്കുക എല്ലാ ചാപ്റ്ററിൻ്റെയും. ഇത് ഞാനിപ്പോൾ ഒരു സബ്ജക്റ്റ് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ ഒരു പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വേണമെങ്കിൽ കട്ട് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആരെ ചേർക്കാം? ഫിസിക്സിലെ ഒരു ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്യുക. കാരണം മാത്സും ഫിസിക്സും മിക്സ് ചെയ്ത് ഇപ്പം പഠിക്കുക. കാരണം ഇത് രണ്ടിനാണ് സമയം കുറവ്. കെമിസ്ട്രി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് മാത്രം ഇപ്പം പഠിച്ചാൽ മതി. ബാക്കി നിങ്ങൾക്ക് സമയമുണ്ട് പഠിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും 1-2 ചാപ്റ്റർ മാറ്റി ഫിസിക്സ് അതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ആ ഫിസിക്സിൻ്റെ സ്റ്റഡി ചെയ്യുമ്പോൾ സാർ പറഞ്ഞു തരും. ഫിസിക്സ് സാർ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് നിങ്ങളൊരു സ്റ്റഡി ടീം പ്രിപ്പയർ ചെയ്യുക. 2 ചാപ്റ്റേഴ്സ് മാറ്റി ഫിസിക്സും കൂടെ കയറ്റുക. അപ്പം മോഡലിന് മുമ്പായിട്ട് മോഡൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം. മോഡൽ തുടങ്ങുന്നത് 17-ാം തീയതിയാണ്. 15-ാം തീയതി ആകുമ്പോൾ ഇപ്പം നാളെ 5-ാം തീയതി 5-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ആകുമ്പോൾ ഫിസിക്സിലെയും മാത്സിലെയും എല്ലാ പോർഷൻസും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഫോളോ അപ്പ് ചെയ്താൽ. അപ്പോൾ ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഞാൻ ഈ രീതിയിൽ ഇതേ ചാപ്റ്റർ തന്നെ വെക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾക്കൊരു മെത്തേഡ് പറഞ്ഞു തന്നതാണ്. ഇങ്ങനെ ഇരുന്ന് പഠിച്ചാൽ there is enough time to complete your portions. നിങ്ങളെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ഇനഫ് ആവശ്യത്തിലധികം സമയമുണ്ട്. ഇനിയും വൈകിയിട്ടില്ല. പക്ഷേ ഈ സമയങ്ങളൊക്കെ നിങ്ങൾ സ്കൂളിലൊക്കെ പോയി സ്കൂളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കാം. ടീച്ചറിനെ ചോദിച്ചു നോക്കാം, ടീച്ചേഴ്സ് അറ്റൻഡൻസ് ക്ലോസ് ആയോ, വരേണ്ട ആവശ്യമുണ്ടോ, ഒന്നും പഠിച്ചില്ല, പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് പഠിക്കണം. എനിക്കറിയാം ഇതിൽ കാണുന്ന പകുതിയിൽ കൂടുതൽ കുട്ടികളും സ്കൂളിൽ പോകുന്നില്ലായിരിക്കാം. പിന്നെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സും അവിടെ നിങ്ങൾക്ക് റിവിഷൻ തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിച്ചാലും പോകുന്ന സമയം മാറ്റി വെച്ച് ബാക്കി സമയം പഠിക്കാം. ഏതാണോ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് തോന്നുന്നത് അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്. ക്ലിയർ?
മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. മാക്സിമം നിങ്ങൾ കുട്ടികൾക്ക് അയച്ചു കൊടുക്കാം. ടെൻഷനായിരിക്കും, ഇനി സമയമുണ്ടോ മാർക്ക് കിട്ടാൻ. സമയമുണ്ട്, പക്ഷേ ഇങ്ങനെ പഠിച്ചാലേ സമയമുള്ളൂ, പഠിക്കണം. ഇങ്ങനെ ആകുമ്പോൾ ഒരു 4 ദിവസം കൊണ്ട് തന്നെ നിങ്ങളെ നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ദിവസം സെറ്റ്സ് ചെയ്യുന്നു, പെർമുട്ടേഷൻ തീർന്ന്, കോംപ്ലക്സ് നമ്പർ തീർന്ന്, സെറ്റ്സ്, പെർമുട്ടേഷൻ, കോംപ്ലക്സ് നമ്പർ, ബൈനോമിയൽ. ഞാൻ ഫസ്റ്റ് ദിവസം ഏത് ചാപ്റ്റർ ചെയ്യുന്നു? ബൈനോമിയൽ കഴിഞ്ഞ് ട്രഗനോമിയൽ 4 ചാപ്റ്റർ ചെയ്യുന്നു. 3 ദിവസം കൊണ്ട്. നമുക്ക് ആകപ്പാടെ 14 ചാപ്റ്ററേ ഉള്ളൂ മാത്സിൽ. ഒരു 3 ദിവസം കൊണ്ട് ചാപ്റ്റർ ഇല്ലേ, 4 ദിവസം കൊണ്ട് മാത്സ് തരും. 5 മുതൽ 15 വരെ നമുക്കൊരു 10 ദിവസമുണ്ട്. ഫിസിക്സും കറക്റ്റായിട്ട് 10 ദിവസം കൊണ്ട് ഫിസിക്സും മാത്സും എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ഇങ്ങനെ തീർക്കണം. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ലൈവ് ക്ലാസ്സസ് ഉണ്ട്. നാളെ മുതൽ നമ്മൾ ഫിസിക്സിൻ്റെ ലൈവ് ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യും. ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ മാത്സിൻ്റെ ലൈവ് ക്ലാസ് കാണും. എൻ്റെ സൗണ്ട് എങ്ങനെയാണോ അതനുസരിച്ച് ലൈവ് ഉണ്ടെങ്കിൽ ഞാൻ ലൈവ് 9:15 വരും. ഓക്കെ. ആൻഡ് 10-ാം തീയതിക്ക് ശേഷം മാത്സിൻ്റെ ലൈവ് ക്ലാസ്സസ് വരും കേട്ടോ. ഞാൻ 1 വീക്ക് സ്ഥലത്ത് കാണത്തില്ല. അപ്പോൾ ആ ദിവസങ്ങളിൽ ഫിസിക്സിൻ്റെ ലൈവ് ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് നടക്കും. എല്ലാവരും അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പും വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട്. +1 കുട്ടികൾക്ക് വേണ്ടി പോർഷൻസ് തരാനും സ്റ്റഡി മെറ്റീരിയൽസ് തരാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ തരാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ടെലഗ്രാമിലുള്ളവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ആണ് നിങ്ങൾക്ക് ഫീസിബിൾ എങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഞാൻ ഒരു പുതിയ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഇന്ന് ലിങ്ക് അവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.